അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല വ്രത അനുഷ്ഠാനത്തിന്റെ ലക്ഷ്യത്തെ സംബന്ധിച്ച് ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. يا أيها الذين آمنوا സത്യവിശ്വാസികളെ, മുൻഗാമികളായ പ്രവാചകന്മാരുടെ പ്രബോധിത ജനതയ്ക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് അതിന്റെ ലക്ഷ്യം? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ 10-30 വർഷമായി, ചിലർ 40 വർഷം 50 വർഷമൊക്കെ ആയിട്ട് നോമ്പ് പിടിക്കുന്നവരാണ്. എന്നാൽ നോമ്പ് കൊണ്ട്, വ്രത അനുഷ്ഠാന കർമ്മം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യം വെക്കുന്ന തഖ്വ കൈവരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ, സാധിക്കുന്നുണ്ടോ? നോമ്പ് കൊണ്ട് അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന തഖ്വ സാധ്യമാക്കിയെടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നോമ്പ് കൊണ്ട് നമുക്ക് തഖ്വ ഉണ്ടാകുന്നുണ്ടോ? നമ്മൾ ഓരോരുത്തരും പരിശോധിക്കുക. ചിലരെയൊക്കെ മനസ്സിൽ അവരുടെ അഭിപ്രായം എന്തായിരിക്കും? നോമ്പ് കൊണ്ടൊരു തഖ്വ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല, പിന്നെ എന്താ കുറച്ച് പട്ടിണി കിടന്ന് ഇങ്ങനെ അങ്ങോട്ട് വൈകുന്നേരം വരെ കഴിച്ചു കൂട്ടുന്നു എന്നല്ലാതെ ഒരു തഖ്വ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ വാസ്തവത്തിൽ നോമ്പ് കൊണ്ട് നമുക്ക് തഖ്വ ഉണ്ടാകുന്നുണ്ട്, തഖ്വ കൈവരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യത്തെ പ്രവർത്തിക്കുക, നിരോധിച്ച കാര്യങ്ങളെ വെടിയുക എന്തല്ലേ? വ്രത അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്നപാനീയങ്ങളും മറ്റ് ലൈംഗികമായ സുഖഭോഗങ്ങളും എല്ലാം ഉപേക്ഷിക്കണം. നമ്മളതനുസരിച്ച് ഉപേക്ഷിക്കണം. വൈകുന്നേരം വരെ പട്ടിണി കിടക്കണം. അല്ലാഹു തആല നമ്മോട് നിർദ്ദേശിച്ചു, ആ നിർദ്ദേശം നമ്മൾ പാലിക്കണം. അതാണ് തഖ്വ. നമ്മുടെയൊക്കെ വീട്ടിൽ കയ്യെത്തും ദൂരത്ത് നമുക്ക് കഴിക്കാൻ സുഭിക്ഷമായ ഭക്ഷണങ്ങളും പാനീയങ്ങളും ഒക്കെയുണ്ട്. നമ്മുടെ ഭാര്യ അറിയാതെ, മക്കളറിയാതെ, മാതാപിതാക്കൾ അറിയാതെ, നമ്മുടെ ആശ്രിതരറിയാതെ അത് നമുക്ക് കഴിക്കാനുള്ള അവസരമുണ്ട്. പക്ഷെ നമ്മൾ ആരും അറിയാതെ എടുത്ത് കഴിക്കുന്നില്ല. കാരണം ഞാൻ ഭക്ഷണം കഴിച്ചാൽ എൻ്റെ മാതാപിതാക്കൾ അറിയുന്നില്ലെങ്കിലും, മക്കൾ അറിഞ്ഞില്ലെങ്കിലും, ഞാനുമായി ബന്ധപ്പെട്ട ആശ്രിതർ അറിഞ്ഞില്ല എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട്. എങ്ങനെയെങ്കിലും എൻ്റെ നോമ്പ് മഗ്രിബ് വരെ എത്തിക്കണം. ഇതാണ് തഖ്വ. ആ തഖ്വ നോമ്പ് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നുണ്ട്. പിന്നെ എവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്? പിന്നീടുള്ള നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, കുടുംബജീവിതത്തിലും സാമ്പത്തിക രംഗത്തും അതുപോലെ തന്നെ കച്ചവടങ്ങളിലും മറ്റ് ഇടപാടുകളിലും നാം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതൊക്കെ മേഖലകൾ ഉണ്ടോ അതിലേക്കൊക്കെ തഖ്വ വ്യാപിപ്പിക്കാൻ കഴിയുന്നില്ല എന്നിടത്താണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. അവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. മാത്രമല്ല, ഏറ്റവും വലിയ, ഏറ്റവും പരിപൂർണമായ തഖ്വയിലേക്ക് നമുക്ക് എത്താനും കഴിയുന്നില്ല എന്നുള്ളതാണ്. നോമ്പ് കൊണ്ട് നമ്മൾ പരിപൂർണമായ തഖ്വയിലേക്ക് എത്തണം. എന്താ പരിപൂർണമായ തഖ്വ? ബഹുവന്ദരായ പ്രവാചകർ സയ്യിദുനാ വ മഹ്ബൂബുനാ വ മഅശൂഖുനാ വ ഖുർറത്തു അഅ്യുനിനാ വ സമറത്തു ഫുആദിനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദരവായ നബി തങ്ങൾ പറയുകയാണ്, ലാ യബ്ലുഗുൽ അബ്ദു അൻ യകൂന മിനൽ മുത്തഖീൻ ഹത്താ യദഅ മാ ലാ ബഅസ ബിഹി ഹദറൻ ലിമാ ബിഹി ബഅസ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോ പ്രവാചകനോ ശരീഅത്ത് മുഖാന്തിരം ഹറാമാണ് എന്ന് പഠിപ്പിക്കപ്പെടാത്ത, നിങ്ങൾ ഉപേക്ഷിക്കണമെന്ന് നിർദ്ദേശം വരാത്ത ഒരു കാര്യം ഉപേക്ഷിക്കലാണ്.
ഒരു മനുഷ്യന്റെ പരിപൂർണമായ തഖ്വയെ സംബന്ധിച്ച് പറയുകയാണ്, അല്ലാഹു തആല നിരോധിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, എന്നാൽ അത് ഹറാമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുമില്ല. എന്നാൽ അത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഹറാമിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് എന്ന് പരിഗണിച്ചിട്ട് അനുവദനീയമായ കാര്യം പോലും വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെക്കലാണ് പരിപൂർണമായ തഖ്വയെന്ന്. അങ്ങനെയുള്ള വ്യക്തികളാണ് പരിപൂർണരായ മുത്തഖീങ്ങളെന്ന് സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളോ ഖുർആനോ ഹറാമാണെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ അത് ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഹറാമിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതിനെ പരിഗണിച്ചിട്ട് അത് വേണ്ട, അത് ഉപേക്ഷിക്കലാണ്. ഹറാമാണെന്ന് നിർദ്ദേശം വന്നിട്ടില്ല, പക്ഷെ അത് ഉപേക്ഷിക്കും. കാരണം എന്താണ്? അതിലൂടെ ഹറാമ് വന്നു ചേരും. ഒരു സഹോദരൻ, നമ്മുടെയൊക്കെ കയ്യിൽ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണുകളുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ 30-35 വയസ്സുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ സാധാരണ ഒരു സ്വിച്ചിന്റെ ഫോണാണ്. അപ്പൊ ഒരാൾ ചോദിച്ചത്, ഈ സ്വിച്ചിന്റെ ഫോൺ കൊണ്ട് നടക്കുന്നത്, ഈ നമുക്കിപ്പോൾ വാട്സപ്പും ഫേസ്ബുക്കൊക്കെ സുലഭമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരുപാട് ആൻഡ്രോയിഡ് ഫോണുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണല്ലോ, എന്തേ നിങ്ങളത് വാങ്ങിച്ചു ഉപയോഗിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിച്ചത്, അത് ഉപയോഗിക്കണമെന്ന് എനിക്കുണ്ട്, പക്ഷെ ഞാൻ സിനിമ കാണാറില്ല, ഞാൻ സിനിമാ പാട്ട് കേൾക്കാറില്ല, ഞാൻ റിയാലിറ്റി ഷോ കാണാറില്ല, കോമഡി കാണാറില്ല. ഒരുപക്ഷെ ഞാൻ ഈ ഫോൺ വാങ്ങിച്ച്, ആൻഡ്രോയിഡ് ഫോൺ വാങ്ങിച്ച് ഉപയോഗിച്ചു തുടങ്ങിയാൽ ഒരുപക്ഷെ ഞാൻ അത് ആ ഹറാമായ അത്തരം കാര്യങ്ങളിലേക്ക് ചേക്കേറാനും അത് കാണാനുമുള്ള സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് അത് കാണാതിരിക്കാൻ വേണ്ടിയുള്ള, അത്തരം ഹറാമുകളിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടിയുള്ള ഒരു മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കാത്തത്. അതാണ് യഥാർത്ഥ മുത്തഖി. അഥവാ ഹറാമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല ഫോൺ ഉപയോഗിക്കാൻ. പിന്നെ അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഹറാമിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട്, അത് നമുക്ക് എല്ലാവർക്കും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തഖ്വ മനസ്സിലുണ്ട് എങ്കിൽ എല്ലാ അർത്ഥത്തിലും അവന് എത്രമേൽ രസമുണ്ട് എങ്കിലും ഹറാമായ കാര്യങ്ങളിൽ നിന്നും പരിപൂർണമായും അവൻ വിട്ട് ഒഴിഞ്ഞ് വർജിച്ച് മാറി നിൽക്കും. ഖൗഫുള്ളവൻ ദോഷം ത്യജിക്കും ഒക്കെയും, അവനത്ര കൗതുകമുള്ളതായാൽ തന്നെയും, നഞ്ചുള്ള ഭക്ഷണമേവനും വെറുക്കുന്നതാ, തേനെന്നു കണ്ടാൽ തന്നെയും തള്ളുന്നതാ. ഖൗഫുള്ളവൻ, എല്ലാ പടച്ചോനെ പേടിയുള്ളവൻ, ഭയഭക്തി ഉള്ളവൻ, തഖ്വയുള്ളവൻ, എല്ലാ തിന്മകളിൽ നിന്നും മാറി അവൻ എത്ര സുഖം നൽകുമെന്ന് പറഞ്ഞാലും, എത്ര ആസ്വാദനം നൽകുമെന്ന് പറഞ്ഞാലും, നഞ്ച് കലർത്തിയ ഭക്ഷണം അത് തേനാണെങ്കിൽ പോലും നമ്മൾ കഴിക്കൂലല്ലോ എന്നതുപോലെയാണ് തഖ്വയുള്ളവന് എത്രമേൽ ഭൗതികമായ ഹറാമായ കാര്യങ്ങൾ ആസ്വാദ്യകരമായി അവന് മനസ്സിന് തോന്നിയാലും അതൊക്കെയും അവൻ മാറ്റിവെക്കും. ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു മനുഷ്യന്റെ ചരിത്രം, ഒരു കഥ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ബനു ഇസ്രായേലിൽപ്പെട്ട സ്വാത്വികനായ ഒരു മനുഷ്യൻ, അദ്ദേഹം തന്റെ ഭക്ഷണ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ചില വസ്തുക്കളൊക്കെ വാങ്ങാൻ വേണ്ടി കവലയിലേക്ക് വന്നു, ചന്തയിലേക്ക് വന്നു. അങ്ങനെ അദ്ദേഹം ഭക്ഷണത്തിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടി. അപ്പൊ ആ കടയിൽ ഷോപ്പ് കീപ്പറായിട്ട് ജോലി നിൽക്കുന്നത് ഒരു ലേഡിയാണ്, ഒരു പെണ്ണാണ്, ലേഡി സ്റ്റാഫാണ് അവിടെ ഉള്ളത്. അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, നിങ്ങൾക്ക് ഗോതമ്പ്, ഇതിനേക്കാൾ നല്ല ഗോതമ്പ് എൻ്റെ വീടിന്റെ ഗോഡൌണിൽ സൂക്ഷിച്ചിട്ടുണ്ട്, അങ്ങോട്ട് നിങ്ങൾ വന്നാൽ ഇതിനേക്കാൾ നല്ല ഗോതമ്പ് നിങ്ങൾക്ക് നൽകാനാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹം ഗോതമ്പ് വാങ്ങാൻ വേണ്ടി ആ പെണ്ണിന്റെ വാക്ക് കേട്ട് ആ പെണ്ണിന്റെ വീട്ടിലേക്ക് ചെല്ലാണ്. വീടിന്റെ അകത്തളത്തിലേക്ക് അങ്ങ് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഈ പെണ്ണ് ആ സ്വാത്വികനായ മനുഷ്യനെ ആവേശത്തോടെ, വൈകാരികമായ ചിന്തകളോടെ ആ മനുഷ്യനെ അങ്ങ് കടന്നു പിടിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ഭയക്കുന്ന, പരലോകത്തെ ഭയക്കുന്ന, പരലോകത്തെ പാരത്രികമാക, ലോകത്തെ കഠിനകഠോരമാക നരകത്തെ ഭയക്കുന്ന ആ സ്വാത്വികനായ മനുഷ്യൻ ആ പെണ്ണിന്റെ കരവലയത്തിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പെണ്ണങ്ങോട്ട് കടന്നു പിടിച്ചു, വികാരപരവേശയായി. അപ്പൊ ഈ മനുഷ്യൻ എന്ത് ചെയ്തു? ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്.
ഈ പെണ്ണെന്ത് ചെയ്തു? ആ മനുഷ്യനോട് പറഞ്ഞു, എന്റെ ആവശ്യം നീ പൂർത്തീകരിച്ച് നൽകിയിട്ടില്ല എങ്കിൽ, എന്റെ ആവശ്യം നീ പൂർത്തീകരിച്ച് നൽകുന്നതിന് എന്നോടൊപ്പം ചേർന്ന് നിന്നിട്ടില്ല എങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയുമെടാ എന്ന് പറഞ്ഞിട്ട് ഒരു ആയുധം കൊടുത്തു. അവസാനം തന്റെ ജീവന് തന്നെ ഭീഷണിയാകുമെന്ന ഘട്ടം വന്നപ്പോൾ, തന്റെ ജീവൻ തന്നെ അപായപ്പെടുത്തപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ മനുഷ്യനതാ ആ പെണ്ണിനോട് പറയുകയാണ്, സഹോദരി, നിന്റെ ഏത് ആവശ്യവും ഞാൻ പൂർത്തീകരിച്ചു തരാം, നിന്റെ ഏത് ആവശ്യവും ഞാൻ പൂർത്തീകരിച്ചു തരാം, പക്ഷെ ഒരല്പസമയം നീ എനിക്ക് അനുവദിക്കണം. അപ്പൊ ചോദിച്ചു, എന്തിനാ സമയം അനുവദിക്കേണ്ടത്? അപ്പോ അയാൾ പറഞ്ഞു, എനിക്കൊന്ന് ഫ്രഷായിട്ട് വരാൻ വേണ്ടിയാണ്, ബാത്റൂമിലൊക്കെ പോയി വന്നിട്ട് ഫ്രഷായിട്ട് വരാൻ വേണ്ടിയാണ്. അങ്ങനെ ആ പെണ്ണ് അയാൾക്കൊരല്പസമയം അനുവദിച്ചു കൊടുത്തു. ഒരല്പസമയം പിന്നിടുമ്പോൾ അദ്ദേഹം ഖലായിൽ നിന്നും ബാത്റൂമിലേക്ക് നിന്നും മടങ്ങി വരികയാണ്. മടങ്ങി വരുമ്പോൾ തന്നെ ആരെയാണോ താൻ ആഗ്രഹത്തോടെ, അഭിലാഷത്തോടെ, കൊതിയോടെ നോക്കി നിന്നത്, ആഗ്രഹിച്ചിരുന്നത്, ആ മനുഷ്യനെ കണ്ടപ്പോൾ തന്നെ ഈ സഹോദരി പെണ്ണിങ്ങനെ ചാടി എഴുന്നേറ്റുകൊണ്ട് ആക്രോശിക്കുകയാണ്, കടന്നു പോടാ എന്റെ വീട്ടിൽ നിന്നും, ഇറങ്ങിപ്പോടാ എന്റെ ഭവനത്തിൽ നിന്നും, എന്റെ വീടിന്റെ പരിസരത്ത് പോലും നീ നിന്ന് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യനെങ്ങനെ ആട്ടിപ്പായിക്കുകയാണ്. എന്തേ കാരണമെന്നറിയോ സഹോദരാ? എന്തേ കാരണമെന്നറിയോ സഹോദരി? അത്രയും നേരം താൻ ആഗ്രഹത്തോടെ, അഭിലാഷത്തോടെ നോക്കി നിന്ന ആ മനുഷ്യൻ മടങ്ങി വന്നപ്പോൾ, ആ മനുഷ്യനുമായി രമിക്കാനുള്ള ആഗ്രഹത്തോടെ നോക്കി നിന്നപ്പോൾ, ആ സമയത്ത് മടങ്ങി വന്നപ്പോൾ എന്തേ ഇങ്ങനെ ആട്ടിപ്പായിക്കാനുള്ള കാരണമെന്നറിയോ? ആ സഹോദരൻ വിസർജിച്ചതായ അവശിഷ്ടങ്ങൾ, മലമൂത്ര വിസർജനത്തിന്റെ അവശിഷ്ടങ്ങൾ തന്റെ ശരീരത്തിലേക്ക് വാരി പുരട്ടിക്കൊണ്ട് അഭിസാരികയായ ആ പെണ്ണിന്റെ അശ്ലീലതയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അത്തരം ഒരു പ്രവർത്തനം ചെയ്തിട്ടാണ് അദ്ദേഹം മടങ്ങി വന്നത്. ശരീരത്തിൽ മലമൂത്ര വിസർജനം മുഴുവൻ വാരി പൊത്തിയിട്ടാ മടങ്ങി വന്നത്. എന്തിനാ? ഈ ഹറാമിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി. അദ്ദേഹം മടങ്ങി വന്നപ്പോൾ ദുർഗന്ധം സഹിക്കാൻ കഴിയുന്നില്ല, നാറ്റം സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ആ സഹോദരനെ ആ പെണ്ണ് ആട്ടി ഓടിക്കുകയാണ്. കണ്ടു, എല്ലാ നിലക്കും ഹറാമായ പ്രവർത്തനം ചെയ്യാൻ എല്ലാ നിലക്കും അവസരം ഒത്തിണങ്ങി വന്നാണ്. എന്നിട്ട് അതിൽ നിന്നും രക്ഷപ്പെട്ടു, അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിച്ചു. ഇന്ന് പല ആളുകളും പറയാറുണ്ട്, സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ടാണ് ഞങ്ങൾ മദ്യപിക്കുന്നത്, സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ടാണ് ഞങ്ങൾ അശ്ലീലതകളിലേക്ക് പോകുന്നത്, സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ടാണ് ഞങ്ങൾ വേണ്ടാധീനങ്ങളിലേക്ക് പോകുന്നത് എന്ന് ഇന്നത്തെ ചെറുപ്പക്കാർ പറയാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല. പിന്നെയോ, ഇന്ന് എവിടെയാണ് സാഹചര്യമുള്ളത് എന്നിങ്ങനെ തേടിപ്പോവുകയാണ് ഇന്നത്തെ യുവത. ഊട്ടിയിലേക്കും കൊടൈക്കനാലിലേക്കും മൈസൂരിലേക്കും ബാംഗ്ലൂരിലേക്കും വിനോദയാത്രയുടെ പേര് പറഞ്ഞ് കടന്നു പോകട്ട് മദ്യപിച്ച് മതോന്മത്തരായി, എല്ലാ അശ്ലീലതകൾക്കും കുടപിടിക്കുന്നവരായി, എല്ലാ അശ്ലീലതകളുടെയും പര്യായങ്ങളായി ഇന്നത്തെ യുവത മാറുകയാണ്. സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ടല്ല, പിന്നെയോ സാഹചര്യം തേടിപ്പോവുകയാണ്, സാഹചര്യം അന്വേഷിച്ചു പോവുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, റമദാനിൽ നമുക്ക് ഇത്രത്തോളം തഖ്വ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും നമ്മുടെ ഹൃദയം ഭയഭക്തിയുള്ള ഹൃദയമാക്കി പരിവർത്തനപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ഹറാമായ മുഴുവൻ കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കാനുള്ള ആ ഒരു തഖ്വ ആർജിച്ചെടുക്കേണ്ട മാസത്തിന്റെ ഓരോ സെക്കൻഡുകളിലൂടെയുമാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നോമ്പ് പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ? കൈക്ക് നോമ്പുണ്ടാകണം, കാലിന് നോമ്പുണ്ടാകണം, മനസ്സിന് നോമ്പുണ്ടാകണം, കണ്ണിന് നോമ്പുണ്ടാകണം, ചെവിക്ക് നോമ്പുണ്ടാകണം. അതേപോലെ ഒരു നോമ്പ് വയറിനുണ്ടാകണം. നമ്മുടെ വയറിന് മാത്രമേ നോമ്പുള്ളൂ. നബി തങ്ങൾ പറഞ്ഞു എത്ര നോമ്പുകാരാണ്, പക്ഷെ അവർക്ക് പട്ടിണി കിടന്നത് മാത്രം മിച്ചം ഒരു പ്രതിഫലവും അവർക്ക് ലഭിക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നോമ്പ് കൊണ്ട് പരിപൂർണമായൊരു തഖ്വയിലേക്ക് മുത്തഖീങ്ങളായി മാറാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ഈ റമദാൻ നമുക്ക് ഉപകാരപ്പെടുക, റമദാൻ നമുക്ക് അനുകൂലമാവുക. റമദാനിൽ പരിപൂർണമായി റമദാനെ ആദരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. റമദാനോട് ഒരു ഇഷ്ടക്കുറവുണ്ടാകുന്ന തരത്തിലുള്ള സംസാരങ്ങളും നമ്മൾ പറയാൻ പാടില്ല. ചില ആളുകൾ എന്ത് ചൂടാ, എന്ത് ദാഹ, ചൂടൊക്കെ കഴിഞ്ഞ മാസം ഉണ്ടായി.
അതുകൊണ്ട് ഒരു അനാദരവിന്റെ സംസാരം, ഭാഷ്യം നമ്മിൽ നിന്ന് വന്നു പോകാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ആ വിഷയത്തിൽ നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതാണ്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീട്ടിലേക്ക് വന്നു, വീട്ടിൽ അതിഥിയായിട്ട് വന്നു, ഞാനൊരു നല്ലൊരു ആപ്പിൾ ജ്യൂസ് എടുത്ത് നിങ്ങൾക്ക് തന്നു, എന്നിട്ട് ഞാൻ പറഞ്ഞു കുടിച്ചോളാൻ പറഞ്ഞു. കുടിച്ചോണ്ടിരിക്കുക ഞാൻ പറഞ്ഞു ആപ്പിളിനൊക്കെ ഇപ്പൊ എന്താ വില, 250 രൂപയാണ് 1 കിലോ എന്ന് ഞാൻ പറഞ്ഞാൽ പിന്നെ ആപ്പിൾ ജ്യൂസ് നിങ്ങൾക്ക് ഇറങ്ങോ? അത് കുടിക്കാൻ നിങ്ങൾക്ക് തോന്നൂല. എന്നപോലെ റമദാൻ കടന്നു വന്നിരിക്കുന്നു, നമുക്ക് വലിയ അനുഗ്രഹമാണ് ലഭിച്ചിരിക്കുന്നത്. എത്രയോ ആളുകൾ മരിച്ചുപോയി, അല്ലെ? എത്രയോ ആളുകൾ മരിച്ചുപോയി റമദാന്റെ തൊട്ടു മുമ്പും അതിന്റെ തലേ ദിവസങ്ങളൊക്കെ ആയിട്ട്. നമുക്ക് റമദാനിലേക്ക് എത്തിപ്പെടാൻ അല്ലാഹു തആല ഭാഗ്യം നൽകിയത് അതൊരു മഹാസൗഭാഗ്യമാണ്. ആ ഭാഗ്യത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. റമദാന്റെ ഓരോ സെക്കൻഡുകളും നമ്മൾ പാഴാക്കാതിരിക്കുക. എങ്കിൽ മാത്രമാണ് റമദാൻ മുഴുവൻ, റമദാന്റെ ഓരോ സെക്കൻഡുകളും അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.